നമസ്കാരം. കുംഭമേളയിലെ ദൃശ്യങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ മധ്യപ്രദേശ് സ്വദേശിനി മൊണാലിസ ഫോസ്ലയെ സിനിമാ മോഹം നൽകി കേരളത്തിലെത്തിച്ച് ചതിയിലൂടെ വിവാഹം കഴിപ്പിച്ചുവെന്ന പരാതി ഇപ്പോൾ നിയമക്കുരുക്കായി നേതാക്കളുടെ കഴുത്തിൽ മുറുകുകയാണ്. സംഭവത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. മധ്യപ്രദേശിലെ കാർഗോൺ ജില്ലയിലെ ബഞ്ചാര വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയാണ് മൊണാലിസ. സിനിമയിൽ അഭിനയിപ്പിക്കാം, വലിയ താരമാക്കാം എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കളെ വിശ്വസിപ്പിച്ചാണ് മൊണാലിസയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ കേരളത്തിലെത്തിയപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പെൺകുട്ടിയെ ഫർമാൻ ഖാൻ എന്ന യുവാവ് വിവാഹം കഴിക്കുകയായിരുന്നു. തന്റെ മകളെ ലവ് ജിഹാദിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയതാണെന്നും ഉത്തർപ്രദേശിലെ ബാഗ്പതിൽ വെച്ച് മകളെ തട്ടിക്കൊണ്ടുപോയി കേരളത്തിലേക്ക് കടത്തിയതാണെന്നും പെൺകുട്ടിയുടെ അച്ഛൻ ജയ് സിംഗ് ഫോസ്ലയും അമ്മ ലതയും മധ്യപ്രദേശ് പോലീസിൽ പരാതി നൽകിയിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, DYFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും MP-യുമായ AA റഹീം എന്നിവർ പോക്സോ കേസിൽ കുടുങ്ങാൻ പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വ്യാജരേഖകൾ ചമച്ച് വിവാഹം കഴിപ്പിക്കാൻ ഈ നേതാക്കൾ നേരിട്ട് ഇടപെട്ടു. നിയമമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ വി ശിവൻകുട്ടി, MV ഗോവിന്ദൻ, AA റഹീം എന്നിവർക്ക് ഈ വിവാഹത്തിൽ വലിയ പങ്കുണ്ട്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വ്യാജ ആധാർ കാർഡും മറ്റും രേഖകളും സംഘടിപ്പിച്ചു നൽകാൻ ഇവർ സഹായിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. വിവാഹത്തിന് താമസ സൗകര്യം ഒരുക്കിയതും വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വഴിവിട്ട സഹായങ്ങൾ നൽകിയതും ഇവരുടെ അറിവോടെയാണെന്ന് കരുതപ്പെടുന്നു. നിയമമണ്ഡലത്തിൽ പോലും ഇത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. ഇത് ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിച്ചേക്കാം. മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലാണ് ഇപ്പോൾ ഈ നേതാക്കൾ കോടതി കയറേണ്ടി വരുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹത്തിന് ഒത്താശ ചെയ്യുന്നതും അതിനായി വ്യാജരേഖകൾ നിർമ്മിക്കുന്നതും പോക്സോ നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റമാണ്. കേസ് മധ്യപ്രദേശിലായതിനാൽ കേരളത്തിലെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇതിനെ അടിച്ചമർത്താൻ കഴിയില്ല എന്നത് നേതാക്കളെ ഭയപ്പെടുത്തുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തി ഇവരെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ഉള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. സംഭവം ദേശീയ ശ്രദ്ധ ആകർഷിച്ചതോടെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നേരിട്ട് രംഗത്തിറങ്ങി. കമ്മീഷൻ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിലെത്തി വിശദമായ തെളിവെടുപ്പ് നടത്തി. വിവാഹം നടന്ന അരുമാനൂർ ശ്രീ നയിനാർ ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളിൽ നിന്നും കമ്മീഷൻ മൊഴിയെടുത്തു. മൊണാലിസ ഫോസ്ലയും ഫർമാൻ ഖാനും വിവാഹം നടത്തിത്തരണമെന്നാവശ്യപ്പെട്ട് നൽകിയ നിവേദനം, അവർ ഹാജരാക്കിയ ആധാർ കാർഡിന്റെ കോപ്പികൾ, വിവാഹ രജിസ്റ്ററിലെ വിവരങ്ങൾ എന്നിവ കമ്മീഷൻ അരിച്ചുപെറുക്കി പരിശോധിച്ചു. ഈ രേഖകളിൽ വലിയ രീതിയിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നാണ് കമ്മീഷന്റെ പ്രാഥമിക നിഗമനം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ചതിയിലൂടെ മതം മാറ്റാനും വിവാഹം കഴിപ്പിക്കാനും ഭരണത്തിലിരിക്കുന്ന നേതാക്കൾ തന്നെ കൂട്ടുനിന്നത് ജനാധിപത്യ സംവിധാനത്തിനാകെ അപമാനമാണ്. പെൺകുട്ടിയുടെ അച്ഛൻ ജയ് സിംഗ് ഫോസ്ലയും അമ്മ ലതയും നീതിക്കായി മധ്യപ്രദേശിൽ നിന്നും കേരളം വരെ അലയുകയാണ്. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷവും ആരോപിക്കുന്നു. ബഞ്ചാര വിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ദേശീയ കമ്മീഷൻ എടുക്കുന്ന കർശന നിലപാട് ഈ കേസിൽ നിർണായകമാകും. മധ്യപ്രദേശ് പോലീസിന്റെ അന്വേഷണ സംഘം ഉടൻ തന്നെ കേരളത്തിലെത്തുമെന്നും നേതാക്കളുടെ പങ്കിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ തെളിവുകൾ ശേഖരിക്കുമെന്നും സൂചനയുണ്ട്. ചുരുക്കത്തിൽ മൊണാലിസ ഫോസ്ല കേസ് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന വലിയൊരു നിയമ പോരാട്ടമാണ്. പാവപ്പെട്ടവരുടെ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്നവർ തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ചതിക്കാൻ കൂട്ടുനിന്നുവെന്ന ആരോപണം തെളിയിക്കപ്പെട്ടാൽ അത് CPM-നും സർക്കാരിനും വലിയ രാഷ്ട്രീയ ആഘാതമാകും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.